ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ പേഴ്സണൽ റീഡിങ്സ് എടുക്കുന്നുണ്ട്. നമ്പർ ഇവിടെ മേലെ ഉണ്ടാവും. നിങ്ങൾക്ക് നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം. കോൾ ചെയ്യരുത്, വാട്സാപ്പ് ചെയ്യാം. ഓക്കെ, റീഡിങ്സ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി 2-3 ദിവസത്തേക്കുള്ള ബുക്കിംഗ് ഉണ്ട്. സോ നിങ്ങൾ ചോദിക്കുന്ന സമയത്തിനനുസരിച്ചിട്ട് 1-2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് റീഡിങ്സ് തരാൻ പോലെ ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു അത് ഒരു ഇൻഫർമേഷൻ. ആൻഡ് ഓക്കെ, നമുക്ക് നമ്മുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. ഞാനിവിടെ 3 ക്രിസ്റ്റലാണ് വെച്ചത്. ഇത് എനിക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ ഞാൻ ഒരു ഫസ്റ്റ് 3 പൂവിൻ്റെ പിക്ചർ കൊടുക്കാം. ഓക്കെ, ആ 3 പൂവ് നിങ്ങൾക്ക് അതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നത് എന്ന് നിങ്ങൾ സെലക്ട് ചെയ്യാം. ഓക്കെ, ഏറ്റവും അധികം നിങ്ങൾ ഏതിലേക്കാണ് അട്രാക്റ്റ് ആവുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യൂ. ഓക്കെ, ആദ്യത്തെ ഫ്ലവർ റോസാണ്, റെഡ് റോസാണ്, ചുവന്ന റോസ്. രണ്ടാമത്തത് യെല്ലോ കളർ സൺഫ്ലവർ ആണ്. ഓക്കെ, മൂന്നാമത്തത് പിങ്ക് കളർ ലോട്ടസ് ആണ്. ഓക്കെ, അതിന് പകരം ഞാനിവിടെ എനിക്ക് കാണാൻ വേണ്ടിയിട്ട്, എനിക്ക് സ്ക്രീൻ നിങ്ങൾക്ക് കാണാനാണ് പിക്ചേഴ്സ് വെക്കുന്നത്. എനിക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റെഡ്, യെല്ലോ ആൻഡ് പിങ്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ആദ്യത്തത് റെഡ് റോസ്, രണ്ടാമത്തത് യെല്ലോ സൺഫ്ലവർ, മൂന്നാമത്തത് പിങ്ക് ലോട്ടസ്. ഓക്കെ, താമര. സോ നിങ്ങൾ വേണ്ടത് ചൂസ് ചെയ്യൂ. നിങ്ങൾക്ക് ഏതാ താല്പര്യം വെച്ചാൽ ചൂസ് ചെയ്തോളൂ. ഞാനിവിടെ റീഡിങ് ഇത് വെച്ച് ഞാൻ ചെയ്യാം. ഓക്കെ, ഇത് ഇവിടെ നിന്ന് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, അത് പറയാം. നിങ്ങൾ ലൈഫിൽ ഗോ ത്രൂ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പറയാനാണ്. അതായത് നിങ്ങൾ എന്തൊക്കെയാണ് അനുഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനത്തെ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ആ ഒരു ഡീറ്റെയിലല്ല, എനിക്ക് ഒരു ഓവറോൾ ജസ്റ്റ് ഒരു ക്വിക്ക് ജനറൽ ഇൻഫർമേഷൻ ആയിട്ട് എടുത്തിട്ട് ആൻഡ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് 3 പൈൽ വെച്ചിട്ടുള്ളത്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് ഗോ ത്രൂ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്താണ് എന്ന രീതിയിൽ ഒരു ചെറുതായിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെക്കുറിച്ച് ഒന്ന് ഞാൻ പറയാൻ ശ്രമിക്കാം. ഓക്കെ, വ്യൂവേഴ്സിനെ കുറിച്ച് ഞാൻ പറയാം. ഓക്കെ, സോ ഇവിടെ അതിന് 2-3 ഡെക്കൊക്കെ വെച്ചിട്ടുണ്ട്. റിലാക്സ് ചെയ്തിരിക്കൂ. ഓക്കെ, നമുക്ക് നോക്കാം. ഒരുപാട് ഡീറ്റെയിൽ അല്ല, എന്നാലും സമയമെടുക്കും. ഇന്നത്തെ 3 പൈലാണ്. നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് നിങ്ങളുടെ പൈൽ നിങ്ങൾക്ക് കാണാം. ഞാൻ താഴെ ടൈം സ്റ്റാമ്പ് കൊടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് പൈൽ റെഡ് റോസ്, സെക്കൻഡ് പൈൽ യെല്ലോ സൺഫ്ലവർ ആൻഡ് പിങ്ക് ലോട്ടസ്. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് പൈലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പൈൽ ആൾക്കാരെ കുറിച്ച് നിങ്ങളുടെ ലൈഫ് എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ നോക്കാം. 5 പെൻഡിക്കിൾസ്, 8 ഓഫ് പെൻഡിക്കിൾസ് ആൻഡ് മൂൺ കാർഡ്. ഓക്കെ, ഇവിടെ നിങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ കുറച്ച് ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്ന ഒരു സമയമായിരിക്കാം. ഓക്കെ, ഫൈനാൻഷ്യലി മാത്രമല്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റപ്പെട്ട പോലെ തോന്നുന്നുണ്ടാവാം. കുറച്ച് പേർക്ക് മേ ബി നിങ്ങളൊരു ഡൈവേഴ്സ് കാര്യങ്ങൾ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്ക് പക്ഷേ സെറ്റിൽമെൻറ്റിൽ നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ കിട്ടിയില്ല എന്ന രീതിക്കായിരിക്കാം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഡൈവേഴ്സ് കഴിഞ്ഞ് മേ ബി നിങ്ങൾ ഇപ്പോൾ തനിച്ചായ പോലെ നിങ്ങൾക്കൊരു ഫീലിംഗ്, അതായത് മേ ബി സെറ്റിൽമെൻറ്റിലും നിങ്ങൾക്ക് അധികം കിട്ടാത്തതുകൊണ്ട് ഫൈനാൻഷ്യലി കുറച്ച് നിങ്ങൾ സ്ട്രഗിളിങ് ഉണ്ടാവാം. നിങ്ങൾ തനിച്ചായി പോയി എന്നൊരു തോന്നലും ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഫ്യൂച്ചർ ഇപ്പം നിങ്ങൾക്കൊരു ക്ലിയർ അല്ല. ഓക്കെ, അൺക്ലിയർ ആണ്. നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താണ് ഇനി മുന്നോട്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു മനസ്സിലൊരു വിഷമമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഹാർഡ് വർക്കൊക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇത് ഡൈവേഴ്സ് മാത്രമല്ല, മേ ബി നിങ്ങൾക്കൊരു ജോബ് ലോസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ പണത്തിൻ്റെ ഒരു നഷ്ടം വന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ആരെങ്കിലും വിട്ടുപോയ രീതിക്കും ആവാം. അങ്ങനെയുണ്ട്. മേ ബി നിങ്ങളെ ആരെങ്കിലും തനിച്ചാക്കി പോയി എന്ന രീതിക്കായിരിക്കാം. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ ജീവിതം വീണ്ടും നിങ്ങളൊന്ന് ബിൽഡ് ചെയ്തെടുക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ തനിച്ചായി പോയാലും ശരി, ഐ തിങ്ക് നിങ്ങൾ ഹാർഡ് വർക്ക് ഇടുന്നുണ്ട് എന്ത് കാര്യത്തിലായാലും. ഓക്കെ, നിങ്ങളെ തന്നെ ബെറ്റർ ആക്കാനായാലും ശരി, ഐ തിങ്ക് നിങ്ങളുടെ വർക്കിൽ നിങ്ങൾ ഇൻവോൾവ് ആവാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളെ തന്നെ ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് എന്നാലും നിങ്ങളുടെ മനസ്സിലൊരു കൺഫ്യൂഷൻ ഉണ്ട്, ഒരു ടെൻഷൻ ഉണ്ട്, ഒരു പേടിയുണ്ട് നിങ്ങളുടെ ഉള്ളിൽ. ഓക്കെ, ഫ്യൂച്ചർ എന്താവും എന്ന രീതിയിൽ. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആക്ച്വലി എല്ലാത്തിനും ഒരു ഫാസ്റ്റായിട്ട് എല്ലാ കാര്യങ്ങൾക്കൊന്നും വേഗം പോയിരുന്നെങ്കിൽ എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ബട്ട് ഒരു എന്താ പറയുക, അത് നിങ്ങളെ റെസ്റ്റ്ലെസ് ആയിട്ടാണ്, ടെൻഷൻ കൊണ്ടാണ്. ബട്ട് അങ്ങനത്തെ ആക്ഷൻസ് ഒന്നും എടുക്കാൻ നിൽക്കരുത് കേട്ടോ. അങ്ങനെ നിങ്ങൾ ഓവറായിട്ട് എന്താ പറയുക സ്ട്രെസ്സായിട്ട് ഒരു ആക്ഷൻ എടുക്കരുത്. ബിക്കോസ് അത് എന്തെങ്കിലുമൊക്കെ തെറ്റിപ്പോവും. ഓക്കെ, അപ്പോൾ തൽക്കാലം നിങ്ങളെക്കുറിച്ച് അഗെയിൻ പെൻഡിക്കിൾസ് വരുന്നുണ്ട്. 7 ഓഫ് പെൻഡിക്കിൾസ്, നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് 10 ഓഫ് സോർഡ്സ്. യെസ്, നിങ്ങൾക്ക് വളരെയധികം ഒരു ചതിവ് പറ്റിയിട്ടുണ്ട്. കുറച്ച് പേർക്ക് ഫൈനാൻഷ്യൽ ലോസ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തു, അതിലൊരു ലോസ് വന്നായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കാര്യത്തിലായാലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തായാലും നിങ്ങൾക്കൊരു നഷ്ടം. അതിപ്പോൾ ജോലി സ്ഥലത്ത് നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടു, പക്ഷേ അവിടെ നിങ്ങൾക്ക് ആഗ്രഹിച്ച് കിട്ടിയില്ല, അങ്ങനെയായിരിക്കും. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പിലാവാം. കാര്യം ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് ഉണ്ട്. സോ റിലേഷൻഷിപ്പിലും നിങ്ങൾ അങ്ങോട്ട് ഒരുപാട് കെയർ കൊടുക്കുക, ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ടൊക്കെ നിന്ന് കാണും. ബട്ട് അഗെയിൻ അവിടെയും എനിക്കൊരു ബെനിഫിറ്റ് നിങ്ങൾക്ക് വന്നായിട്ട് കാണാനില്ല. അതിന് പകരം ആക്ച്വലി നിങ്ങളെ ശരിക്കും ഇവിടെ ചതിവ് പറ്റിയ രീതിയിലാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾക്ക് ബാക്ക് സ്റ്റാബ് ചെയ്യപ്പെട്ട ഒരു ഫീലിംഗ് ആണ് എനിക്ക് കാണുന്നത്. സോ ഇവിടെ എനർജി, ഒരു എൻഡിങ്ങിൻ്റെ എനർജി അഗെയിൻ കാണുന്നുണ്ട്. ഇവിടെ എൻഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് റിലേഷൻഷിപ്പ് എൻഡിങ് ആയിരിക്കാം,
വേറെ എന്തെങ്കിലും കാര്യങ്ങൾ എൻ്റെ ചെയ്ത് പോയതായിരിക്കും, നേരത്തെ പറഞ്ഞ പോലെ ഡൈവേഴ്സ് കാര്യങ്ങൾ അങ്ങനത്തെ ആവാം, അല്ലെങ്കിൽ ലൈഫിൽ തന്നെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഒന്ന് മാറി എൻ്റെ ചെയ്തു, ബന്ധം അവസാനിച്ചു, അല്ലെങ്കിൽ ഒരു ജോലിയുടെ കാര്യത്തിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നു. സോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ എനിക്ക് കാണുന്നത്. ഐ തിങ്ക് നിങ്ങൾ ഒരുപാട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ശരിക്കും നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ബട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾക്ക് ഐ തിങ്ക് എല്ലാം ഇപ്പോൾ ഒന്നിനോടും ഒരു ഫീലിംഗ് ഇല്ലാതെ ആയിപ്പോയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. യെസ്, വീൽ ഓഫ് ഫോർച്യൂൺ, 9 of Pentacles. ഓക്കെ, ശരി. ഇത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു ഗൈഡൻസ് ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട് ഒരുപാട് ടെൻഷൻ നിങ്ങൾക്കുണ്ട്, വിഷമമുണ്ട്, ശരിയാണ്. ഓക്കെ, നിങ്ങൾ ഒരുപാട് മെയിൻലി ഇത് ഫൈനാൻഷ്യൽ ഹാർഡ്ഷിപ്സ് കാണുന്നുണ്ട്. കുറേ പേർക്ക് നിങ്ങൾ ഫൈനാൻഷ്യലി സ്ട്രഗിളിങ് എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫൈനാൻഷ്യലി മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ ശരിക്കും എൻഡായി പോയ രീതിയിലാണ്. സോ ഇവിടെ ബട്ട് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് എല്ലാം റിക്കവർ ചെയ്യാൻ പറ്റും എന്നാണ്. സമയം മാറി വരുന്നുണ്ട്. നിങ്ങൾക്ക് യൂണിവേഴ്സ് പറയുന്നത് ആക്ച്വലി നിങ്ങളുടെ സമയം ഇനി ചേഞ്ച് ആവാൻ പോകുന്നു. ഇതുവരെ പാസ്റ്റിൽ നിങ്ങൾ എന്ത് അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ശരി, ഇനി നിങ്ങൾക്ക് മുന്നോട്ട് ചേഞ്ച് വരാൻ പോകുന്നു, അതൊക്കെ നിങ്ങളുടെ ഭാഗത്തേക്ക് വരാൻ പോകുന്നു എന്നാണ് മെയിനായിട്ട്. ആൻഡ് സ്പെഷ്യലി ഫൈനാൻസിൻ്റെ കാര്യത്തിൽ അഗൈൻ ഫൈനാൻസിൻ്റെ ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ട്. സോ കുറേ പേർക്ക് ഇത് ഒരുപാട് പെൻറ്റിക്കിൾസ് കാർഡാണ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്കൊരു പുതിയ ഓഫർ വരുന്ന കാര്യമായിരിക്കാം. ഒരു പുതിയ രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമായിരിക്കാം. നിങ്ങൾക്ക് ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം കിട്ടുന്നതാണ് ഇവിടെ മെയിനായിട്ട്. നിങ്ങൾ തനിച്ച് നിൽക്കുന്നതായിട്ടും കാണുന്നതിൻ്റെ കുറച്ച് പേർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡൈവേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ തനിച്ച് നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് വേണ്ട ഒരു പണം അല്ലെങ്കിൽ നിങ്ങൾക്ക് തനിച്ച് നിൽക്കാനുള്ളത് തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്കത് ഏൺ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഓൾറെഡി ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. സോ ജോലിയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ മുന്നോട്ട് ഗ്രോത്ത് ഉണ്ടാവും. അതുമാത്രമല്ല കുറച്ച് പേർക്ക് നിങ്ങൾ ജോലി അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ജോലി കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾക്കൊരു പുതിയ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ടാവാം. കുറെ കൂടി സ്റ്റേബിൾ ആയിട്ടൊരു കണക്ഷൻ നിങ്ങളുടെ ലൈഫിൽ വരും. ഇതുവരെ ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് ഇമോഷണലി നിങ്ങൾ കണക്റ്റഡ് ആയിരുന്നു മേ ബി പാസ്റ്റിൽ, പക്ഷേ ഇനി വരുന്ന കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് വരിക. അത് നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്നാണ് കാണുന്നത്. സോ എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് സമയം ഒരു മാറ്റം വരുന്നു എന്നാണ് പറയുന്നത്. ഐ തിങ്ക് നിങ്ങൾ ഇപ്പോൾ ഒരു മനസ്സ് വിഷമിക്കുന്നുണ്ടെങ്കിൽ ഇത് യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിങ്ങൾക്കൊരു ഗൈഡൻസ് ആണ്. ദാറ്റ് ഡോണ്ട് വറി, എല്ലാം ശരിയാവുന്നുണ്ട് എന്ന രീതിയിൽ. സപ്പോർട്ട്, യെസ്, സ്റ്റഡി ആൻഡ് ക്രിയേറ്റീവ് എക്സ്പ്രഷൻ. സോ ഇവിടെ കാണുന്ന കുറച്ച് പേർക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഏർണിംഗ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ആക്ച്വലി ഞാൻ അത് പറയാൻ വരികയായിരുന്നു. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതും ചെയ്യാൻ പറ്റും. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും. നിങ്ങൾക്ക് ഏർണിംഗ് വരും. ആൻഡ് നിങ്ങളുടെ കഴിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ത്രൂ നിങ്ങൾക്ക് എന്തെങ്കിലും ഏൺ ചെയ്യാനും ആക്ച്വലി സാധ്യതയുണ്ട്. യുവർ ലൈഫ് പർപ്പസ് സപ്പോർട്ട്സ് യു എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനത്തെ കഴിവുകളോ ടാലൻസോ എന്ത് തന്നെയായാലും നിങ്ങൾക്ക് ഒരു മുന്നോട്ട് ഒരു പാത നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആവുന്നുണ്ട്. കുറച്ചുകൂടി പഠിക്കാനൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി സ്റ്റുഡൻസ് ആണെങ്കിൽ നന്നായിട്ട് പഠിക്കാനൊക്കെ ശ്രദ്ധ വയ്ക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയതായിട്ടൊക്കെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. കുറച്ച് പേർക്ക് ഓൾറെഡി ചിലപ്പോൾ നിങ്ങൾ സ്റ്റുഡൻസ് ആയിരിക്കാം, ഞാൻ പറഞ്ഞ പോലെ. സോ ഇവിടെ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ആർട്ടിസ്റ്റോ അങ്ങനെ വല്ല ടാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് തന്നെ ആയാലും കേട്ടോ. അത് നമ്മൾ വരയ്ക്കലും പാട്ടും കാര്യങ്ങളും മാത്രമല്ല, എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് നല്ല ഐഡിയാസ് യൂസ് ചെയ്ത് എന്തെങ്കിലും വീട്ടിൽ ചെയ്യാൻ പറ്റുക, എന്ത് തന്നെ ആയാലും അതിനെയൊക്കെ നിങ്ങൾക്കൊരു ഏർണിംഗ് കൂടിയായിരുന്നു വരും എന്നാണ് പറയുന്നത്. ആൻഡ് കം ടു ദ എഡ്ജ്. Breathe. Sorry. റൗണ്ട് ആൻഡ് റൗണ്ട്. ആൻഡ് ന്യൂ ലൈഫ് ഉണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു സൈക്കിൾ എൻഡായതാണ്. ചില കാര്യങ്ങൾ അവസാനിച്ചു പോയി, ശരിയാണ്. അത് നിങ്ങൾക്ക് വിഷമങ്ങൾ ഉണ്ടാക്കി കാണും. ബട്ട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കമാണ് വരുന്നത്. ഇവിടെ ബ്രീത്തും ന്യൂ ലൈഫുണ്ട്, കം ടു എഡ്ജും ഉണ്ട്. ഇത് രണ്ടും പറയുന്ന ഒരേ കാര്യമാണ്. നിങ്ങൾ എന്തെങ്കിലും കാര്യം പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ്. നിങ്ങളുടെ ലൈഫ് തന്നെ പുതിയതായിട്ട് ബിഗിൻ ആവുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ ബ്രീത്ത് ഉണ്ട്. സോ നിങ്ങളോട് പറയുന്നത് ശാന്തമായിട്ട് കാര്യങ്ങളെ ഡീൽ ചെയ്യൂ, സ്ട്രെസ് ആവേണ്ട എന്നാണ് പറയുന്നത്. ആൻഡ് റൗണ്ട് യെസ്, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു സൈക്കിൾ അവസാനിച്ചു. അത് എൻഡായി. ഇനി നിങ്ങൾക്കൊരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമാണ് എന്നാണ് പറയുന്നത്. സോ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും അവസാനിച്ചു പോയിട്ടുണ്ടെങ്കിൽ 10 of Swords എനർജി നേരത്തെ ഉണ്ടായിരുന്നത് അത് നിങ്ങൾക്ക് കാർമികമായിട്ടുള്ള എന്തോ നിങ്ങളുടെ ലൈഫിൽ നിന്ന് അവസാനിച്ചു പോയി എന്ന് വിചാരിച്ചാൽ മതി. സോ ഇനി നിങ്ങൾക്ക് പക്ഷേ ഒരു പുതിയ തുടക്കമാണ് വരുന്നത്. നിങ്ങളോട് പറയുന്നുണ്ട് ഒരു കം ടു ദ എഡ്ജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ റിസ്ക് എടുത്ത് എന്തെങ്കിലും ചെയ്യാനാണ് പറയുന്നത്. ഒരു പുതിയ ലൈഫിലേക്ക് നിങ്ങൾ കടക്കൂ എന്നാണ് പറയുന്നത്. ആൻഡ് സമാധാനമായിട്ടിരിക്കൂ. സ്ട്രെസ് ഇല്ലാതെ മുന്നോട്ട് പോകും. എല്ലാം നല്ലതായിട്ട് വരും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. സോ ഫസ്റ്റ് പൈൽ റെഡ് റോസ് ചൂസ് ചെയ്തവരാണ് പറഞ്ഞത്. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഒരുപാട് ഇന്നർ സ്ട്രെങ്ത് ഉണ്ട്. ഐ തിങ്ക് അതുകൊണ്ടാണ് യൂണിവേഴ്സ് കുറച്ച് പരീക്ഷിച്ചു എന്ന് മാത്രം. ബട്ട് നിങ്ങൾക്ക് നല്ലത് കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് സെക്കൻഡ് പൈൽ സൺഫ്ലവർ ചൂസ് ചെയ്ത ആൾക്കാർക്ക്, സൺഫ്ലവർ ചൂസ് ചെയ്ത് യെല്ലോ സൺഫ്ലവർ ചൂസ് ചെയ്ത ആൾക്കാർക്ക് നമുക്ക് നോക്കാം നിങ്ങളെക്കുറിച്ച് എന്താ പറയാൻ സാധിക്കാൻ നോക്കാം. ലെറ്റ്സ് സീ.
നിങ്ങളെക്കുറിച്ച് എന്താണ് പറയാൻ സാധിക്കാം? ഓക്കെ, നല്ല ലോങ് റീഡിംഗ് ആവുന്ന തോന്നുന്നു. ഞാൻ ഇത്ര വിചാരിച്ചില്ല. എനിക്ക് അപ്പോൾ 3 ഡെക്കൊക്കെ എടുക്കുമ്പോഴേക്കും കുറച്ച് സമയമാവും. ഓക്കെ, സോ സെക്കൻഡ് പൈൽ സൺഫ്ലവർ ചൂസ് ചെയ്ത ആൾക്കാർ നിങ്ങളുടെ ലൈഫിനെ കുറിച്ച്, നിങ്ങളെക്കുറിച്ച് എനിക്ക് എന്താ കാഴ്ച കിട്ടുന്നത് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. സെക്കൻഡ് പൈൽ സൺഫ്ലവർ ചൂസ് ചെയ്ത ആൾക്ക് 5 wands, 2 of swords and 5 cups. ഓക്കെ, ഫൈൻ. ഇവിടെ ജസ്റ്റിസ് ബോട്ടം ഉണ്ട്. ഓക്കെ, ഐ തിങ്ക് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ 4 of swords ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എനിക്ക് കാണുന്നത് ഒരു സമയം, വളരെ മോശമായ ഒരു സമയമാണ് നടക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇതിവിടെ ഇമോഷണൽ ലോസ് അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങളെ ശരിക്കും നിങ്ങൾ കോമ്പറ്റീഷൻ കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ കോമ്പറ്റീഷനും ഉണ്ട്, കോൺഫ്ലിക്റ്റും ഉണ്ട്, രണ്ടും. ഐ തിങ്ക് സോറി നഷ്ടബോധം കാണുന്നുണ്ട് എനിക്ക്. ഓക്കെ, നിങ്ങൾ ആരോടെങ്കിലും വല്ല തർക്കമോ വഴക്കോ വല്ല കാര്യങ്ങളൊക്കെ വന്ന് കാണാം. നിങ്ങൾക്ക് ഒരുപാട് കോമ്പറ്റീഷൻ ലൈഫിൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം, അതും ആയിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് ഐ തിങ്ക് ലോസാണ് മെയിനായിട്ട് ഇവിടെ എനിക്ക് കാണുന്നത്. ലോസാണ്, നിങ്ങൾക്ക് എന്തോ നഷ്ടപ്പെട്ട പോലെയാണ് എനിക്ക് എനർജി വരുന്നത്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ സപ്പോസ് ജോലി ചെയ്യുന്ന സ്ഥലത്ത്, ഓക്കെ, മേ ബി കോമ്പറ്റീഷൻ കാരണം, ഓക്കെ, നിങ്ങൾ അപ്ലൈ ചെയ്ത ജോലിയിൽ നിങ്ങൾക്ക് കിട്ടിയില്ല, അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാണെങ്കിലും നമ്മൾ പറയുകയാണെങ്കിൽ മേ ബി നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ ലൈഫിൽ വേറെയും ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. സോ അവിടെയും എവിടെയോ നിങ്ങൾ ഒന്ന് ലൂസ് ചെയ്ത പോലെയാണ്. നിങ്ങൾക്ക് എന്തോ നഷ്ടപ്പെട്ട കാര്യമാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടുപോയി കാണാം. അല്ലെങ്കിൽ ഇവിടെ ജോലി സ്ഥലത്ത് നിങ്ങൾ ഓൾറെഡി എന്തെങ്കിലും ലൈക്ക് എന്തെങ്കിലും പ്രോജക്റ്റൊക്കെ നിങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ വർക്ക് നിങ്ങൾ ചെയ്തു, പക്ഷേ അതിലും നിങ്ങൾക്ക് അപ്രീസിയേഷൻ കിട്ടിയില്ല, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, നിങ്ങൾ ജോലിയിൽ കിട്ടേണ്ട പ്രൊമോഷൻ നിങ്ങൾക്ക് കിട്ടിയില്ല, വേറെ ആർക്കെങ്കിലും കൊടുത്തു, അങ്ങനെയാവാം. സോ ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻ ആയിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ, ഓക്കെ, ഇവിടെ ഒരു കോൺഫ്ലിക്റ്റും ലോസുമാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾക്ക് നഷ്ടം വന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. സോറി, ക്ഷമിക്കും. ഓക്കെ, സോ ഇവിടെ എനിക്ക് കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ നിൽക്കുന്നുണ്ട് നിങ്ങളുടെ മൈൻഡിൽ. ഓക്കെ, ഈ സിറ്റുവേഷൻ എൻഡായോ എന്നുള്ളതായിരിക്കാം, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ദാറ്റ് നിങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും നിങ്ങൾ ഏതിലായിരുന്നു ഉണ്ടായിരുന്നു അവിടെ നിങ്ങൾക്കൊരു നഷ്ടമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. ലോസ് കാണുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു. ബട്ട് അത് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി എൻഡായോ അതോ ഇല്ലേ എന്ന രീതിക്ക് നിങ്ങൾക്കൊരു ന്യായം കിട്ടുമോ എന്ന രീതിയിൽ ഒരു കൺഫ്യൂഷൻ ഇവിടെ നിങ്ങളുടെ മൈൻഡിലുണ്ട്. ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. മേ ബി അത് എൻഡ് ചെയ്യണോ എന്നായിരിക്കാം നിങ്ങൾ ആലോചിക്കുന്നത്. ആ സിറ്റുവേഷൻ ഞാൻ വിട്ട് മാറിപ്പോകണോ, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ ഞാൻ എൻഡ് ചെയ്യണോ എന്ന രീതിക്ക് നിങ്ങളുടെ മനസ്സിലൊരു ചിന്തയുണ്ട്. അധികം ഒരു കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങളുടെ മൈൻഡിൽ എനിക്ക് കാണുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഞാൻ ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇനി എൻ്റെ മുമ്പിൽ ഏതാ വഴി, ഞാൻ ഏത് കാര്യങ്ങൾ എന്താണ്, ഞാൻ ഏത് രീതിയിലാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുന്ന പോലെയാണ്. ഇപ്പം നിങ്ങളൊരു മേ ബി ടയേർഡ് ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ ഓർത്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോമ്പറ്റീഷൻ ഫേസ് ചെയ്തുകൊണ്ടായിരിക്കാം, കോൺഫ്ലിക്റ്റ് ഫേസ് ചെയ്തുകൊണ്ടായിരിക്കാം. നിങ്ങൾ ഐ തിങ്ക് വല്ലാതെ ടയേർഡും ആയിട്ടുണ്ട്. സോ നിങ്ങൾക്കിപ്പോൾ ഫൈറ്റ് ചെയ്യാൻ പോലും എനർജി ഇല്ല സത്യം പറഞ്ഞാൽ. ഓക്കെ, ബട്ട് നിങ്ങൾ ന്യായം ആഗ്രഹിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ നിങ്ങൾ ശരിക്കും മേ ബി ന്യായത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റിംഗ് ആയിരിക്കാം. ഇവിടെ മേ ബി വേറെ ആരെങ്കിലും നിങ്ങളോട് ന്യായം ചെയ്യണം എന്നായിരിക്കാം. ജോലി സ്ഥലത്താണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഫാമിലിയിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും ഓക്കെ, ആരുടെയോ ഭാഗത്തുനിന്ന് നിങ്ങളൊരു ന്യായത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പോലെയാണ്. ബട്ട് ഇപ്പം നിങ്ങൾ അതിന് വേണ്ടി നിങ്ങൾക്ക് തർക്കിക്കാൻ പോലും നിങ്ങൾക്ക് വയ്യ. നിങ്ങൾ ഒരു റെസ്റ്റ് എടുക്കുന്ന ഒരു ഇതാണ് കാണുന്നത് എനിക്ക്. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗിവ് അപ്പ് ചെയ്ത മട്ടാണ്. ഓക്കെ, എനിക്കിനി ഒന്നിനും ശ്രമിക്കാൻ കൂടി വയ്യ എന്ന രീതിക്ക്. മേ ബി അഗൈൻ ജോലിയിലൊക്കെ ആയാലും നിങ്ങൾ കരുതുന്നുണ്ടാവും ഇനി ഞാൻ എത്ര ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഗിവ് അപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ടാവാം. റിലേഷൻഷിപ്പിലായാലും ശരി. ഓക്കെ, ലെറ്റ്സ് സീ വേറെ എന്താ കാണുന്നത് നിങ്ങളെക്കുറിച്ച്. ബേർഡൻസ് തന്നെയാണ്. 10 of wands, 10 of cups, 9 of cups and 2 again. Okay, confusion. 10 of pentacles ഇവിടെ ഉണ്ട്. സോ ഓക്കെ, സോ കപ്സ് ഉണ്ട്. വെരി നൈസ്. സി നിങ്ങളുടെ മുമ്പിൽ ഓക്കെ, ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഒരുപാട് ബേർഡൻ ക്യാരി ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഒരുപാട് ഭാരങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നാണ്. ബട്ട് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരു നല്ലത് വെയിറ്റ് ചെയ്യുന്നുമുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒരു അനുഗ്രഹം, ബ്ലെസ്സിങ് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, ഈ എന്ത് തന്നെ സിറ്റുവേഷൻ നിങ്ങളുടെ ഗോ ത്രൂ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ നിങ്ങളൊരു ചേഞ്ച് കൊണ്ടുവരാനാണ്, നിങ്ങളിൽ എന്തോ മാറ്റം വരുത്താനുണ്ട് എന്നാണ്. ഓക്കെ, നിങ്ങളൊരു തീരുമാനം എടുക്കാനുണ്ട്. ഇത് രണ്ടും ആക്ച്വലി തീരുമാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ. സോ നിങ്ങളൊരു ചോയ്സ് എടുക്കാനുണ്ട്, നിങ്ങളൊരു തീരുമാനം എടുക്കാനുണ്ട് ഇവിടെ. അത് ഏത് കാര്യത്തിനെ കുറിച്ചാണ്, എങ്ങനെയാണെന്നുള്ളത് നിങ്ങളുടെ ലൈഫ് അനുസരിച്ച് നിങ്ങൾ ചിന്തിക്കാം. കുറച്ച് പേർക്ക് ജോലി, ഫൈനാൻസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് രണ്ടും ആവാം. ഓക്കെ, സോ ഇവിടെ എനിക്ക് രണ്ടും കാണുന്നുണ്ട്, ഏതാ പറയാൻ പറ്റുന്നില്ല. സോ ഇവിടെ നിങ്ങളായിട്ട് ഇനി ഒരു തീരുമാനം എടുക്കാനുണ്ട്.
ഓക്കെ, അതാണ് ഇവിടുത്തെ നിങ്ങൾക്കുള്ള ടെസ്റ്റ്. ഇതാണ് ഓക്കെ. ഇനി ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഇത് വിട്ട് പോകണോ, അതോ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണോ, അല്ലെങ്കിൽ നിങ്ങളുടെ മേലെ എന്തെങ്കിലും ഭാരങ്ങളുണ്ടെങ്കിൽ അവിടെ ചില തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കാനുണ്ട്. ഓക്കെ, ചില ഡിസിഷൻസ് നിങ്ങൾ എടുക്കാനുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ആ തീരുമാനമാണ് നിങ്ങളുടെ ഒരു ആഗ്രഹം നടക്കൂ ഇല്ലേ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കൊരു യൂണിവേഴ്സായിട്ടൊരു അവസരം എടുത്ത് വെക്കുന്നുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, ബട്ട് നിങ്ങളുടെ ഈ ഒരു ചോയ്സ് വളരെയധികം മാറ്ററാണ്. ഓക്കെ, നിങ്ങളുടെ ഈ ഒരു തീരുമാനം ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ആ തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്തതാണ് ഇവിടെ പ്രോബ്ലം. ഓക്കെ, നിങ്ങൾ ഐ തിങ്ക് ഇപ്പോൾ ഇത് അവോയ്ഡ് ചെയ്ത് നടക്കുകയാണ്. നിങ്ങൾ ആ തീരുമാനം എടുക്കേണ്ട സമയത്ത് നിങ്ങൾ എടുക്കുന്നില്ല. ഓക്കെ, നിങ്ങളും ഐ തിങ്ക് നിങ്ങൾക്കറിയാം എന്താണ് ന്യായമായത് അല്ലെങ്കിൽ എന്താണ് കറക്റ്റ് എന്നൊക്കെ നിങ്ങൾക്കറിയാം. ബട്ട് എവിടെയോ നിങ്ങളും ആ തീരുമാനം എടുക്കുന്നതായിട്ട് എനിക്ക് കാണാനില്ല. ഓക്കെ, സോ അതുകൊണ്ടായിരിക്കാം യൂണിവേഴ്സ് നിങ്ങളുടെ ഒരു ആഗ്രഹം നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബട്ട് ഐ തിങ്ക് നിങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ബിക്കോസ് ഈ ഒരു ഡിസിഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ ആ 9 of Cups അച്ചീവ് ചെയ്യും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു ഭാരം നിങ്ങൾ ഇറക്കി വെക്കാൻ സമയമായി എന്നാണ് യൂണിവേഴ്സ് ശരിക്കും പറയുന്നത്. ഓക്കെ, ബട്ട് അതിന് നിങ്ങളായിട്ട് തന്നെ തീരുമാനം എടുക്കണം, നിങ്ങളായിട്ട് തന്നെ ചോയ്സ് എടുക്കണം. ലെറ്റ്സ് സീ നിങ്ങൾക്കുള്ള എന്താണ് യൂണിവേഴ്സ് പറയുന്നത് കൂടി നോക്കാം. ഓക്കെ, വെരി നൈസ്, ബ്യൂട്ടിഫുൾ. ആക്ച്വലി നേരത്തെയും ഇതേ കാര്യം വന്നിരുന്നു. സോ ഐ തിങ്ക് എവിടെയോ എല്ലാവർക്കും അത് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കൊരു സമയം ചേഞ്ച് ആണ് ഇവിടെയും കാണിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് പൈലിലും ഇത് വന്നിരുന്നു. സോ നിങ്ങൾക്കൊരു സമയം ചേഞ്ച് ആണ് വരുന്നത്. ആൻഡ് ഇവിടെ ആക്ച്വലി ഏസ് ഓഫ് പെൻഡിക്കിൾസ് എനർജി ഉണ്ട്. വെരി നൈസ്. ഓക്കെ, ഇവിടെ ഇരിക്കട്ടെ. വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത് നിങ്ങളുടെ സമയം മാറി വരുന്നു എന്നാണ്. നിങ്ങൾ എന്ത് തന്നെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ആ വിഷമങ്ങളിൽ നിന്ന് മാറാനുള്ള സമയമായി എന്നാണ്. ഓക്കെ, ബട്ട് അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ഓർക്കുക, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഡിസിഷൻ, അത് ആ ഒരു സ്റ്റെപ്പ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആവശ്യമാണ്. ഒരു തീരുമാനം, ഏത് വഴി അല്ലെങ്കിൽ എന്ത് കാര്യം നിങ്ങളൊന്ന് ചൂസ് ചെയ്യാനുണ്ട്. ഓക്കെ, അവിടെ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഡിസിഷൻ വരാനുണ്ട്. അതിനുശേഷം പക്ഷേ യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് കർമ്മ ബാലൻസ് ചെയ്ത് തരും. ഓക്കെ, ഇതും കർമ്മയുടെ കാർഡ് തന്നെയാണ്. സോ നിങ്ങളുടെ ഒരു കർമ്മ അവസാനിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ അങ്ങോട്ട് ഇതുവരെ ചെയ്തത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ അറിയിക്കുന്നത് അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരാൻ തയ്യാറാണ്. ഓക്കെ, യൂണിവേഴ്സ് ഇസ് റെഡി ടു ഗിവ് യു ശരിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ 10 of Cups നിങ്ങൾക്ക് ഹാപ്പിനെസ്, ഹാപ്പി ഫാമിലി എല്ലാം തരാൻ യൂണിവേഴ്സ് ശരിയാണ്, റെഡിയാണ്. ഈവൻ സൺ ഹാപ്പിനെസ്. ഓക്കെ, വളരെയധികം സന്തോഷം, സക്സസ് എല്ലാം യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ റെഡിയാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. ദാറ്റ് റൈറ്റ് ഒരു ഡിസിഷൻ അറ്റ് ദ റൈറ്റ് ടൈം എന്ന് പറയില്ലേ, ഒരു തീരുമാനം. പക്ഷെ അത് നിങ്ങളാണ് ചെയ്യേണ്ടത്. ബിക്കോസ് ഇവിടെ എന്താ നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ തീരുമാനം എടുക്കാൻ നിങ്ങൾ അവോയ്ഡ് ചെയ്യാണ്. ഓക്കെ, ഒരു സ്റ്റെപ്പ് എടുക്കാൻ നിങ്ങളാണ്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ 10 സ്റ്റെപ്പ് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി വരും എന്ന് പറയാം. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ടി സന്തോഷങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. ബട്ട് ഇവിടെ തീരുമാനം നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, ടീച്ചിങ് കാണുന്നുണ്ട്. പ്രൊട്ടക്റ്റഡ്, വെരി നൈസ്. You are on the right path. Yes, I am so happy. ഇവിടെ ഞാൻ നേരത്തെ അതാ പറഞ്ഞത്, നിങ്ങൾ ഈ ഒരു തീരുമാനം. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ 2 വഴികളാണ്, 2 ചോയ്സ് ആണ്. ഓക്കെ, നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത്. ബട്ട് യു ആർ ഓൺ ദ റൈറ്റ് പാത്ത് എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഡോണ്ട് വറി. ഓക്കെ, കീപ് ഡൂയിങ് വാട്ട് യു ആർ ഡൂയിങ് ബിക്കോസ് ഇറ്റ്സ് വർക്കിംഗ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല. ഓക്കെ, നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഇവിടെ എന്താണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്, എന്താണ് നിങ്ങളുടെ ലൈഫിൽ നല്ലത് എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, ഇവിടെ നമ്മൾ കണ്ണ് കെട്ടി മറിച്ചിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ശരിക്കും പറയില്ലേ, തീരുമാനം എടുക്കാതെ നിങ്ങളായിട്ട് അവോയ്ഡ് ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാം സത്യം എന്താണ്, നിങ്ങൾ ഇവിടെ ഏത് വഴിയാണ് നിങ്ങൾക്ക് നല്ലതെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, അത് ചൂസ് ചെയ്യൂ. ഓക്കെ, ആൻഡ് നിങ്ങൾ റൈറ്റ് പാത്ത് തന്നെ ആയിരിക്കും പോകുന്നത്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. യുവർ കരിയർ ചേഞ്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചേഞ്ചോ എന്തോ ആയിക്കോട്ടെ, എന്തെല്ലാം ലൈഫിലൊരു സിറ്റുവേഷൻ നിങ്ങൾ മാറാനുള്ള സമയമാണ്. വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട്, ടൈം ചേഞ്ച് ആവുന്നു. ബട്ട് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ സമയങ്ങളിൽ യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്നാണ്. നിങ്ങൾ റൈറ്റ് പാത്തിലാണ് എന്ന് യൂണിവേഴ്സ് ഓൾറെഡി പറയുന്നുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കറിയാം. ആൻഡ് യെസ്, ഗോ ഹെഡ് ഇൻ ദാറ്റ്സ് പാത്ത് എന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ ടീച്ചിങ് ആണ്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ടീച്ചർ ആയിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ പഠിക്കാൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ, അതൊക്കെയാണ് നിങ്ങൾക്ക് കുറച്ച് വന്ന മെസ്സേജസ്. ഓക്കെ, മേ ബി ഈ ഒരു സിറ്റുവേഷൻ തന്നെ നിങ്ങൾ എന്തെങ്കിലും പഠിപ്പിക്കുകയായിരിക്കും, അതുകൊണ്ട്. ഓക്കെ, അങ്ങനെയാവാം. ഓക്കെ, ലാസ്റ്റ് കാർഡ്സ്. ടൈം ഫോർ എ നാപ്പ്, യാങ് എനർജി. ഓക്കെ, പോയിസ്ഡ്. ഓക്കെ, ഇവിടെ നിങ്ങളോട് പറയുന്നത് 4 ഡിസിഷൻസ്, തീരുമാനം. യെസ്, പാത്ത്, ചോയ്സ്. ഓ മൈ ഗാഡ്, സെയിം കാർഡ്. ഓ മൈ ഗാഡ്, സോ മച്ച്. എത്ര റിപ്പീറ്റേഷൻ ആണ്. നമുക്ക് 2 wands കാർഡാണിത്. ഓക്കെ, ഫോർക്ക് ഇൻ ദ റോഡ്. ഓക്കെ, നിങ്ങൾക്ക് 2 വഴികൾ നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ആണ്. ഇങ്ങോട്ട് പോകണം, എങ്ങോട്ടാ പോകേണ്ടത് തീരുമാനിക്കൂ. ഇറ്റ്സ് യുവർ ടൈം. ഓക്കെ, ഡിസിഷൻ, ടേക്ക് യുവർ ഡിസിഷൻ. ഇവിടെ പറയുന്ന ടൈം ഫോർ എ നാപ്പ് എന്ന് വേണ്ടി കുറച്ച് സമാധാനമായിട്ടിരിക്കും. ഓക്കെ, ആദ്യം ഫസ്റ്റ് റെസ്റ്റ് എടുക്കൂ. കുഴപ്പമില്ല, ആ റെസ്റ്റ് എടുക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ അവോയ്ഡ് ചെയ്യരുത്. എപ്പോഴും അതിനെ അവോയ്ഡ് ചെയ്ത് കളയരുത്. ഓക്കെ, അങ്ങനെ ഒളിച്ചോട്ടമാവരുത്. കുറച്ച് സമയം എടുത്തോളൂ, റെസ്റ്റ് എടുത്തോളൂ, വിരോധമില്ല. ഓക്കെ, ബട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മാസ്കുലൈൻ പവറിലേക്ക് വരാനാണ് പറയുന്നത്. ഓക്കെ, അത് യാങ് എനർജി മാസ്കുലൈൻ പവറാണ്. അതായത് നിങ്ങൾ സ്ട്രോങ് ആവാം.
കേപ്പബിൾ ആവുക, കോൺഫിഡൻ്റ് ആവുക. ഓക്കെ, നിങ്ങൾ ആക്ച്വലി ഈ കാർഡ് വന്നതും പ്രൊട്ടക്റ്റഡ് എന്ന് പറയുമ്പോഴും കണ്ടില്ലേ, ഒരു മാസ്കുലൈൻ ഏഞ്ചലാണ് അവിടെ നിൽക്കുന്നത്. നിങ്ങൾ ഏഞ്ചൽസ് ഉണ്ട് നിങ്ങളുടെ കൂടെ. ഫസ്റ്റ് ഓഫ് ഓൾ മാത്രമല്ല നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ മാസ്കുലൈൻ പവറിലേക്ക് വരാനാണ് പറയുന്നത്. സ്ട്രോങ് ആൻഡ് കോൺഫിഡൻ്റ് ആവുക. ഓക്കെ, ലേഡീസ് ആയാലും ശരി, നിങ്ങളോടും കൂടിയാണ് പറയുന്നത്. ആരോടായാലും ജെൻസിനോടായാലും നിങ്ങൾ നിങ്ങളുടെ പവറിലേക്ക് വരൂ. ഓക്കെ, നിങ്ങൾ സ്ട്രോങ് ആവൂ, കോൺഫിഡൻ്റ് ആവൂ. എനിക്ക് പറ്റും, ഞാൻ എന്ത് തന്നെ വന്നാലും ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞൊന്ന് ഇറങ്ങൂ. പോയിസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ലൈഫിലേക്ക് നിങ്ങൾ കാല് വെക്കാനാണ് പറയുന്നത്. തീരുമാനം എടുക്കൂ, പക്ഷേ ഫസ്റ്റ് സ്റ്റെപ്പ് പോയിസ് ടു ടേക്ക് ദ ലീപ്പ് എന്ന് പറയും. അതായത് റെഡി ടു ടേക്ക് ദ ലീപ്പ് ഓഫ് ഫെയ്ത്ത് എന്നാണ് പറയാം. ഓക്കെ, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക, ഒരു സ്റ്റെപ്പ് എടുക്കാം. ഓക്കെ, നിങ്ങൾക്കുള്ള അഡ്വൈസ് ഇതാണ്. ഒന്ന് റെസ്റ്റ് എടുത്തോളൂ, വിരോധമില്ല. കുറച്ച് റെസ്റ്റ് ഒക്കെ എടുക്കാം. ടൈം ഫോർ എ നാപ്പ്. ഒന്ന് ഉറങ്ങിക്കോളൂ, ഒന്ന് ഉറങ്ങൂ. ഓക്കെ, നന്നായിട്ട് റെസ്റ്റ് എടുക്കൂ. അതൊക്കെ അതിലൊന്നും തെറ്റൊന്നുമില്ല. ബട്ട് എപ്പോഴും അവോയ്ഡ് ചെയ്ത് നടക്കുന്ന രീതിയിൽ ആവരുത്. ഒരു ഡിസിഷൻ എടുക്കാൻ സമയമായിട്ടുണ്ട്, ടേക്ക് ദ ഡിസിഷൻ. ഓക്കെ, അതാണ് സെക്കൻഡ് പൈൽക്കാരെ പറ്റിയിട്ട്. ഓക്കെ, അത് ഓൾമോസ്റ്റ് ഒരു പേഴ്സണൽ റീഡിങ് ആയ പോലെ ഉണ്ട് അല്ലേ? ഓക്കെ, നടക്കട്ടെ, നല്ല കാര്യം. ഓക്കെ, തേർഡ് പൈലിലേക്ക് പോവാം. നമ്മുടെ പിങ്ക് ലോട്ടസ് ചൂസ് ചെയ്ത ആൾക്കാർക്ക്, പിങ്ക് ലോട്ടസ്, പിങ്ക് കളർ ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങളെക്കുറിച്ച്. ഓക്കെ, ഇത് ഒത്തിരി സമാധാനത്തിൽ പറയട്ടെ. ഞാൻ ഓൾറെഡി 2 പൈൽ കഴിഞ്ഞു, ഞാൻ ക്ഷീണിച്ചു. ഓക്കെ, തേർഡ് പൈൽ. ഓക്കെ, ഗോഡ് എനർജീസ് ഇടയ്ക്ക്, അതാണ് ഞാൻ ലോങ് റീഡിങ് ആക്ച്വലി ചെയ്യാത്തത്. ഓക്കെ, കാം ഡൗൺ. എല്ലാവരും നിങ്ങൾ വേറെ പൈൽസ് കണ്ടിട്ട് വന്നവരാണെങ്കിലും ഒന്ന് ഡീപ് ബ്രീത്ത് എടുത്തോളൂ, ഒന്ന് ഫ്രഷ് ആയിട്ട്. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, തേർഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങളെക്കുറിച്ച്. ഓക്കെ, ഹൈ പ്രീസ്റ്റസ്, Nine of Pentacles, Queen of Cups. Beautiful. Actually, I think തേർഡ് പൈൽ വളരെ പീസ്ഫുൾ ആയിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഇവിടെ ഇത്രയും 2 പൈലും, ഫസ്റ്റ് 2 പൈലും ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു. പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് ഒക്കെ ആയിരുന്നു. ഇവിടെ ആക്ച്വലി എനിക്കൊന്നും പറയാനില്ല സത്യം പറഞ്ഞാൽ. ഓക്കെ, നിങ്ങളിപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ വളരെയധികം സ്ട്രോങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ കാര്യങ്ങൾ ഐ ഡോണ്ട് തിങ്ക് ഈ പൈലിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് കുറേ പേര് സ്പിരിച്വൽ ആൾക്കാരുണ്ടാവും. ഓക്കെ, സ്പിരിച്വലി അവീക്കൻഡ് ആയിട്ടുള്ളവർ. നിങ്ങൾ ഓൾറെഡി കുറച്ച് പ്രാക്ടീസ് സ്പിരിച്വലായിട്ട് കൂടുതൽ പ്രാർത്ഥന, പ്രേയേഴ്സ്, രേക്കി, അല്ലെങ്കിൽ ഈവൻ ടാരോ. ഓക്കെ, ടാരോ റീഡിങ്, വേറെ ആരാ, എന്താ പറയുക, ഈവൻ ഹീലേഴ്സ്. ഓക്കെ, എന്തെങ്കിലും തരത്തിലുള്ള ഹീലിംഗ് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ പലരും ആണ് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു എനർജി അങ്ങനെയാണ് വരുന്നത്. വളരെ കാം, ആക്ച്വലി സോഫ്റ്റ് എനർജിയാണ്, ഒരു ഇൻറ്റ്യൂട്ടീവ് പവർ എനർജിയാണ്, ഒരു സ്പിരിച്വൽ എനർജിയാണ്. ഇവിടെ ഐ തിങ്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾ ഓൾറെഡി ഏൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വളരെയധികം മറ്റുള്ളവരെ കെയർ ചെയ്യുന്ന വ്യക്തിയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങളെ സെൽഫ് ലവിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ആൻഡ് ഇവിടെ നിങ്ങളൊരു സ്പിരിച്വൽ ജേണിയിലായിരിക്കാം, സ്പിരിച്വൽ പാത്തിൽ പോകുന്ന ആൾക്കാരായിരിക്കാം. ഇവിടെ നിങ്ങൾ വളരെയധികം ഇൻറ്റ്യൂട്ടീവ് ആണ്, നിങ്ങൾക്ക് ഒരുപാട് നോളജ് ഉണ്ട് എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. പ്രത്യേകിച്ച് സ്പിരിച്വൽ പവേഴ്സ്, സ്പിരിച്വലി ഉള്ള നോളജസ് നിങ്ങൾക്ക് ഒരുപാടുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളെയാണ് എനിക്ക് ഇവിടെ കാണുന്നത്. സ്പെഷ്യലി ഇത് ലേഡീസ് ആയിരിക്കും ഈ പൈൽ കാണുന്നത്, ഐ ഫീൽ. ഓക്കെ, ലേഡീസ് ആവാം. ഓക്കെ, കുറച്ച് പേർക്ക് മേ ബി നിങ്ങളൊരു പാരൻ്റ് ആയിരിക്കാം. ഐ ഡോണ്ട് നോ, സഡൻലി എനിക്ക് തോന്നിയത്. ഇവിടെ ആക്ച്വലി എന്താ പ്രോബ്ലം എന്നുള്ളതാണ് ഞാൻ ഈ പൈൽ ആക്ച്വലി വളരെ മേ ബി നിങ്ങൾ ജസ്റ്റ് നിങ്ങളെക്കുറിച്ചൊന്ന് കേൾക്കാൻ വേണ്ടി വന്നതായിരിക്കും. ഓക്കെ, ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം. നിങ്ങൾക്കൊരു സ്പിരിച്വലി നിങ്ങൾ വളരെ സൈലൻറ്റ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നിങ്ങളത് ഇങ്ങനെ പുറമേ അധികം പറഞ്ഞ് നടക്കുകയൊന്നുമില്ല. ഓക്കെ, ബട്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് അറിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളെ ഒരു ഓറ തന്നെ, നിങ്ങളുടെ ഒരു ഓറ തന്നെ വളരെ സ്പിരിച്വൽ ആയിട്ടുള്ളൊരു ഓറ, ഒരു എല്ലാവരും അട്രാക്റ്റ് ആയിട്ട് വരുന്ന ഒരു ഓറയാണ്. അതിപ്പോൾ അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഭംഗിയുടെ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ആ ഒരു ഓറ ഈസ് അട്രാക്റ്റീവ് എന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ജെൻറ്റിലായിട്ട്, ശാന്തമായിട്ട്, കാമായിട്ട്, ഓക്കെ, അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയാണ് എനിക്ക് വരുന്നത്. ആൻഡ് ഇവിടെ വളരെയധികം നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സ്വന്തമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇതുപോലെ എന്തെങ്കിലും നിങ്ങളുടെ ഏണിങ്ങിനുള്ള വഴികൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. കുറച്ച് ഓക്കെ, മേ ബി ഒരല്പം ഒറ്റപ്പെട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ലൈക്ക് ഇപ്പം ഞാൻ എന്തെങ്കിലും ഇതിൽ എടുക്കുകയാണെങ്കിൽ ലൈക്ക് ഒരു മേ ബി നിങ്ങൾക്കൊരു ലേശം തനിച്ച് നിൽക്കുന്ന ഒരു എനർജി ഉണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾ സിംഗിൾസ് ആയിരിക്കാം. സിംഗിൾ അല്ലെങ്കിൽ ലൈക്ക് നിങ്ങൾ ഐ ഡോണ്ട് നോ, ഒരു സിംഗിൾ എനർജി ഫീൽ ചെയ്തു എനിക്ക് പെട്ടെന്ന്. സിംഗിൾ എന്ന് പറഞ്ഞാൽ മാരീഡ് അല്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്.
ബട്ട് ഇൻഡിപെൻഡൻ്റ് ആണ് നിങ്ങൾ. ഓക്കെ, ലെറ്റ്സ് സീ വേറെ എന്താ വരിക നമുക്ക്. ഓക്കെ ഓക്കെ 9 of Wands, the World. ഓക്കെ 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 ശരി, ഇവിടെ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്. സോ യെസ്, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏണിംഗ് പൊട്ടൻഷ്യൽ ഉണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് ഓൾറെഡി ഏണിംഗ് ചെയ്യാനുള്ള വഴികൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ജോലിയുണ്ട്, കരിയർ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, ബിസിനസ് ഉണ്ട്. ഓക്കെ, ബിസിനസ് വുമൺ ആയിരിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏണിങ്ങിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളൊരു അമ്മ അല്ലെങ്കിൽ ഒരു പാരൻറ്റ് എന്ന രീതിക്കായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബിസിനസ്സിൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞു. ഓക്കെ, ബട്ട് ഇവിടെ ഒരു കാര്യം മാത്രം എനിക്ക് കാണുന്നത്, നിങ്ങളൊരല്പം ടയേർഡ് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ടയേർഡ് എനർജി അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്റ്റീവ് എനർജി എനിക്ക് കാണുന്നുണ്ട്. മേ ബി നിങ്ങളെ തന്നെ ഒരല്പം പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജി അങ്ങനെയാണ് ഫീൽ ചെയ്ത്. എവിടെ ഒരു ലേശം ടയേർഡ്നെസ് ഉണ്ട്. ഓക്കെ, ഇത് പക്ഷേ ഗിവിങ് അപ്പ് എനർജി അല്ല. എനിക്ക് നിങ്ങളൊരു ബ്രേക്ക് എടുക്കുന്നുണ്ടാവാം. ഇപ്പോൾ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതിൽ അതിൽ നിന്നൊരു ബ്രേക്ക് എടുത്ത് നിൽക്കുന്ന സമയമായിരിക്കാം. ഒരല്പം നിങ്ങളൊരു ടയേർഡ്. ഓക്കെ, ഇനി എന്താണ് എന്നുള്ള ചിന്തയായിരിക്കാം. ഓക്കെ, വേർ ഇസ് ദിസ് ഗോയിങ്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഇനി എന്താണ് എന്നുള്ളൊരു ചിന്തയായിരിക്കാം. ചില കാര്യങ്ങൾ, ചില സൈക്കിൾസ് നിങ്ങളുടെ ലൈഫിലുണ്ടാവാം. അതിനെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കാം നിങ്ങൾക്ക്. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇനി മുന്നോട്ട് എന്താണ്, നിങ്ങൾക്ക് സക്സസ് ഉണ്ടോ എന്ന രീതിക്കൊരു ചിന്തയായിരിക്കും. വേൾഡ് ട്രാവൽ ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എനിക്ക്. മേ ബി നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളുടെ പർപ്പസിന് വേണ്ടിയിട്ട്, ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും യാത്രകൾ ചെയ്യുന്ന കാര്യം എനിക്ക് കാണുന്നുണ്ട് ഇവിടെ. ബട്ട് എവിടെയോ ഐ തിങ്ക് ഈ ഒരു മെയിൻ ഈ കാര്യമാണ് ഇവിടെ നിങ്ങളുടെ ഒരു നെഗറ്റീവ് അല്ല, സോറി, നിങ്ങളുടെ മനസ്സിൽ യെസ്. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ ആഗ്രഹിച്ച പോലെ ചിലപ്പോൾ ഗ്രോത്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച പോലെ, പ്രതീക്ഷ പോലെ ചിലപ്പോൾ ഗ്രോത്ത് ഇല്ലാതെ ആയിരിക്കാം. അത് ഏത് കാര്യത്തിലും ആവാം. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ തന്നെ ആവണമെന്നില്ല. നിങ്ങളുടെ ലൈഫിൽ എവിടെയോ ഏതോ ഒരു ഏരിയയിൽ നിങ്ങളൊരു ഗ്രോത്ത് ആഗ്രഹിക്കുന്ന രീതിക്ക് നിങ്ങൾക്ക് വരുന്നില്ല. മേ ബി ഇപ്പോൾ സ്പിരിച്വൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടാവും ദാറ്റ് അതിൽ ഒരു റിസൾട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. എവിടെയോ ഒരു സ്ട്രെസ് എനിക്ക് കാണുന്നുണ്ട്. 9 of Swords ഉണ്ട്. കുറച്ച് ഓവർ തിങ്കിങ്, ഒരു സ്ട്രെസ്, സ്ട്രെയിൻ എന്നുള്ള രീതിയിൽ എനിക്ക് കാണുന്നുണ്ട്. സംതിങ് ഈസ് വറിയിങ് യു. എവിടെയോ നിങ്ങളെ എന്തോ ബോദർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾക്കൊരു ഉറക്കം നിങ്ങളെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു വെയിറ്റിംഗ് എനർജിയും കാണുന്നുണ്ട്. ഓക്കെ, മേ ബി ഒരു വെയിറ്റിംഗ് ആയിരിക്കാം. ചില കാര്യങ്ങൾ നിങ്ങളൊരു റിസൾട്ട് വരാൻ വെയിറ്റിംഗ് ആയിരിക്കാം. മേ ബി അല്ലെങ്കിൽ ഈ ഇത്രയും ഇതൊക്കെ ചെയ്തിട്ട്, ഓക്കെ, മേ ബി ഇതിൻ്റെയൊക്കെ എന്താണ് ഒരു പർപ്പസ്, എന്താണ്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്താണ് എനിക്ക് കിട്ടുന്നത്, സംതിങ് എവിടെയോ നിങ്ങളുടെ മൈൻഡ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് വളരെയധികം ഫെമിനൈൻ പൈലാണ്, ഐ ഹാവ് ടു സേ. ലൈക്ക് എല്ലാ നമ്മുടെ ക്വീൻ കാർഡ്സും വന്നു കഴിഞ്ഞു. ഇവിടെ 4 ക്വീൻ കാർഡ്സും വന്നിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി ഇതിൽ കൂടുതലും 90% പോട്ടെ, ഞാൻ ഇപ്പോൾ എന്തിനാണ് 90 പറയണമെന്ന് എനിക്കറിയില്ല. ഓക്കെ, കുറേ പേര് ഇവിടെ ലേഡീസാണ്, മോസ്റ്റ്ലി ഇവിടെ ലേഡീസാണ് ഇവിടെ, ഐ തിങ്ക്. ഓക്കെ, കാരണം 4 കാർഡ്സ് വന്നു എനിക്ക്. നിങ്ങൾ ഐ തിങ്ക് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല, അതാണ് നിങ്ങളുടെ പ്രശ്നം. ഐ തിങ്ക് എവിടെയോ നിങ്ങൾ ശരിക്കും സക്സസ്ഫുൾ ആണ്. ഓക്കെ, യു ആർ ഓൾറെഡി സക്സസ്ഫുൾ. ഐ തിങ്ക് നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും നിങ്ങൾ ഓൾറെഡി അനുഭവിച്ചു കഴിഞ്ഞു. നിങ്ങൾ കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ബട്ട് എവിടെയോ മേ ബി അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ എക്സോസ്റ്റഡ് ആയിരുന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് എപ്പോഴാണ് അതൊന്ന് തീരുക, എപ്പോഴാണ് ഈ പരീക്ഷണങ്ങളൊന്ന് തീരുക, ഓക്കെ, അല്ലെങ്കിൽ എപ്പോഴാണ് എനിക്ക് ഈ ഒരു സമാധാനമായിട്ടൊന്ന് ഇരിക്കാൻ പറ്റുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഐ ഡോണ്ട് നോ വൈ. ഓക്കെ, 4 ക്വീൻ എനർജിയാണ് എനിക്ക് വന്നത്. വളരെ ലൈക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് പൈൽ. ഓക്കെ, സോറി അഗൈൻ, നിങ്ങളുടെ കോൺഫിഡൻസ് പോയ പോലെ, മേ ബി കോൺഫിഡൻസ് ഇല്ലാതെ ആണോ? ഓക്കെ, ലെറ്റ് മീ സീ. ഇതെന്താണ് അവിടെ സംഭവം, എന്താണ്? ഓക്കെ, എന്താണ് ഇവിടെ അറിയാൻ ആഗ്രഹിക്കുന്നത്? ഓക്കെ, ഇതിപ്പോൾ സ്പിരിച്വൽ വർക്കേഴ്സ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ലേഡീസ് ആവണമെന്ന് നിർബന്ധമില്ല, ബട്ട് ഐ എം ജസ്റ്റ് സെയിങ്. ഓക്കെ, ലെറ്റ്സ് സീ നിങ്ങളുടെ. ഓക്കെ, 5 of Pentacles. ഓക്കെ, 3 of Pentacles, 8 of Wands, 4 of Wands. ഐ തിങ്ക് ഇവിടെ ബാക്കിയെല്ലാം നിങ്ങളുടെ ഓക്കെ ആണ്. ഓക്കെ, ഫൈനാൻഷ്യലി ഓൾസോ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഓക്കെ ആണ്. ഫൈനാൻഷ്യലി നിങ്ങൾക്ക് നന്നായിട്ട് പോകുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. എവിടെയോ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് മേ ബി ഒരു സമയത്ത് നിങ്ങൾ ഒറ്റപ്പെട്ട പോലെ തോന്നിയിട്ടുണ്ടാവാം, നിങ്ങൾക്ക് ചില നഷ്ടങ്ങൾ വന്ന് കാണാം. ബട്ട് ഇപ്പോൾ ഐ തിങ്ക് നിങ്ങൾ റീബിൽഡ് ചെയ്യുന്നുണ്ട് അത്. ഓക്കെ, നിങ്ങളത് റീബിൽഡ് ചെയ്തെടുക്കുന്നുണ്ട്, മുന്നോട്ട് പോകുന്നുണ്ട്, കാര്യങ്ങളൊക്കെ മുന്നോട്ട് ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്. ആക്ച്വലി ഇവിടെ 4 of Wands ഉണ്ട്. സോ മേ ബി നിങ്ങളുടെ ആഗ്രഹം എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു കാര്യത്തിലാണ് നിങ്ങളുടെ കൺഫ്യൂഷൻ വരുന്നത്. 2 of Pentacles, juggling. ഓക്കെ, നിങ്ങളുടെ മെയിൻ പ്രോബ്ലം എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്, നിങ്ങൾക്ക് മേ ബി ആഗ്രഹിക്കുന്ന പോലെ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ലൈഫിൽ ആ ഒരു സ്റ്റെബിലിറ്റി ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് വരാത്തത്. ഓക്കെ, എനിക്ക് മെയിൻ ഇവിടെ എനർജി എനിക്കിന്ന് ഫീൽ ചെയ്യുന്നത് ഈ പൈൽകാർക്ക് നിങ്ങളുടെ ലൈഫിൽ ബാക്കിയെല്ലാം ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഏൺ ചെയ്യുന്നുണ്ട്, നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്, നിങ്ങൾ തനിച്ച് നിൽക്കുന്നുണ്ട്, ഇൻഡിപെൻഡൻ്റ് ആണ്. ബട്ട് എവിടെയോ നമ്മൾ പറയില്ലേ, ഒരു
മനസ്സിൽ എന്തുകൊണ്ടാണ് മേ ബി നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ വരുമോ എന്നുള്ള ചിന്തയായിരിക്കാം. ലൈഫിൽ ആ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ചില കൺഫ്യൂഷൻസ് ആയിരിക്കാം ഇവിടെ കാണുന്നത്. ഓക്കെ, അത് എന്താണെന്നുള്ള രീതിയിൽ ഐ തിങ്ക് ഇവിടെ എനിക്ക് കാണുന്ന കിങ് ഓഫ് കപ്സ് എനർജിയാണ് ആൻഡ് 4 ഓഫ് വാൻസ് എനർജിയാണ്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഓക്കെ, ആ റിലേഷൻഷിപ്പ് ഒരു നല്ല റിലേഷൻഷിപ്പ് ആയിട്ടാണ് എനിക്ക് കാണുന്നത്. അത് മുന്നോട്ടൊരു സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ ഓക്കെ അതിലൊരു സ്റ്റെബിലിറ്റി വരുന്ന രീതിയിലാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ മനസ്സിൽ അതാണ് കൺഫ്യൂഷൻ എങ്കിൽ ഓക്കെ, അതായത് നമ്മൾ പറയില്ലേ ഫൈനാൻസ് ഒക്കെ നമ്മൾ ഓക്കെയാണ്, എൻ്റെ ലൈഫൊക്കെ ഓക്കെയാണ്, ഞാനും ഓക്കെയാണ്, പക്ഷെ എവിടെയോ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇവിടെ അത് ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഒരു സ്റ്റേബിൾ ലൈഫ് മേ ബി നിങ്ങൾ ആഗ്രഹിക്കുന്നതായിരിക്കാം, എൻ്റെ അത് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്ന രീതി കൂടിയാണ്. ഐ തിങ്ക് നിങ്ങളുടെ മനസ്സിലൊരു ചോയ്സ് ഇവിടെ കാണും. മേ ബി നിങ്ങൾ ആലോചിക്കുന്നത് മേ ബി 2 റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിലേത് വേണം എന്നുള്ള ചിന്തയായിരിക്കാം. ഓക്കെ, ഒരു കൺഫ്യൂഷൻ്റെ എനർജി അതിലായിരിക്കും. ഓക്കെ, നിങ്ങൾക്കൊരു ലാസ്റ്റ് അഡ്വൈസ് കാർഡ് ഫ്രം യൂണിവേഴ്സ്. ലെറ്റ്സ് സീ. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹം നടക്കുമെന്ന രീതിക്കാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ആൻഡ് സൺ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷങ്ങൾ, ഹാപ്പിനെസ് നിങ്ങൾ ഏത് രീതിയിൽ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾക്ക് വരും. കാരണം ഞാൻ ഇവിടെ ജനറലായിട്ട് പറയുന്നതുകൊണ്ട് ഞാൻ സ്പെസിഫിക് സിറ്റുവേഷൻ എടുത്ത് പറയാൻ പറ്റില്ല. ബട്ട് യെസ്, ജഡ്ജ്മെൻ്റ് സമയം വരുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ന്യായമായത് യൂണിവേഴ്സ് തരും. ഓക്കെ, ഡോണ്ട് വറി. നിങ്ങൾ നിങ്ങളുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ മേലെ തന്നെ ഇപ്പോൾ സ്പിരിച്വലൊക്കെ ആണെങ്കിലും ശരി അല്ലെങ്കിലും ശരി ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ മേലെ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാം. ഓക്കെ, നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളിലേക്ക് നിങ്ങൾ കോൺസെൻട്രേഷൻ കൊടുക്കുക, സെൽഫ് ലവ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ അവനവനെ ബെറ്റർ ആക്കുക. ഓക്കെ, അതൊക്കെയാണ് ഇവിടെ വേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെയായാലും അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് നടത്തി തരും എന്നാണ്. ഓക്കെ, നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. അത് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് തരുന്ന ഒരു ബ്ലെസ്സിങ് ആണ്. ഓക്കെ, കാരണം നിങ്ങൾ നല്ലത് പ്രവർത്തിച്ചിട്ടുണ്ട്. ബിക്കോസ് നിങ്ങൾ ഐ തിങ്ക് മറ്റുള്ളവർക്ക് ഒരുപാട് കെയർ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ പ്രത്യേകിച്ച് ഹീലേഴ്സ് എന്ത് തന്നെയായാലും ഓക്കെ, നിങ്ങൾ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ആൻഡ് നിങ്ങളുടെ ലൈഫിൽ ഒരു ബ്ലെസ്സിങ് വരാനുള്ള സമയമായിട്ടാണ് എനിക്ക് ഇവിടെ കാണുന്നത്. ഓക്കെ, അഗെയിൻ ടീച്ചിങ്. ഓക്കെ, സോറി ഞാൻ ഷഫിൾ ചെയ്തിട്ടുണ്ടാവില്ല നിങ്ങളോണം. ബട്ട് എനിവേ ഇറ്റ്സ് ഓക്കെ. സ്ട്രെങ്ത്. ഞാൻ എന്താ പറഞ്ഞത്? വാട്ട് ഡിഡ് ഐ സേ? ഓക്കെ, അഗെയിൻ ഫൈൻ, സെയിം കാര്യങ്ങൾ. ഓക്കെ, ഫൈൻ. ഓക്കെ, നിങ്ങളോട് ഇവിടെയും ടീച്ചിങ് വന്നത് അപ്പോൾ ഞാൻ തെറ്റായിട്ട് എടുക്കുന്നില്ല. ഐ തിങ്ക് നിങ്ങളൊന്നുമില്ലെങ്കിൽ ടീച്ചേഴ്സ് ആയിരിക്കാം. ഓക്കെ, ടീച്ചിങ് ആയിരിക്കാം നിങ്ങളുടെ വർക്ക്. അല്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് എന്തെങ്കിലും ഇതുപോലെ സ്പിരിച്വൽ ടീച്ചിങ്സ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അല്ലെങ്കിൽ ഈവൻ നിങ്ങൾക്ക് ലൈഫ് പർപ്പസ് ഉണ്ടെന്തോ. ഓക്കെ, നിങ്ങൾ ഓൾറെഡി എന്തോ നിങ്ങളുടെ ലൈഫ് പർപ്പസ് നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു എനർജി ഹീലിംഗ്. നിങ്ങൾ ഹീലേഴ്സ് അവിടെ കുറച്ച് പേരുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് നിങ്ങൾ സ്ട്രോങ് ആണ്. യു ആർ വെരി സ്ട്രോങ്. ഡോണ്ട് വറി. ഓക്കെ, എവറിത്തിങ് യു ഹാവ് എക്സ്പീരിയൻസ് ഇൻ യുവർ ലൈഫ് ഹാസ് മെയ്ഡ് യു സ്ട്രോങ് ആൻഡ് കറേജിയസ്. ഡോണ്ട് വറി അറ്റ് ഓൾ. ഓക്കെ, ഒരു ടെൻഷനും വേണ്ട, ഒരു പേടിയും വേണ്ട. യുവർ നാച്ചുറൽ ഹീലിംഗ് എബിലിറ്റീസ് ആർ ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് യുവർ ലൈഫ് പർപ്പസ്. നിങ്ങളുടെ ലൈഫ് പർപ്പസ് സപ്പോർട്ട്സ് യു എന്നാണ് പറയുന്നത്. നിങ്ങൾ വറി ചെയ്യേണ്ട. എന്താണോ നിങ്ങൾ ചെയ്യുന്നത് ഓക്കെ, അതിൽ നിങ്ങൾ മുന്നോട്ട് പോകൂ. നിങ്ങൾക്ക് അതിൽ കൂടുതൽ സക്സസ് വരും. ഓക്കെ, നിങ്ങൾ കൂടുതൽ അതിൽ ബെറ്റർ ആവാനുള്ള സാധ്യതകൾ കാണുന്ന അതുകൊണ്ട് നിങ്ങൾക്ക് ഏർണിംഗ് പൊട്ടൻഷ്യൽ കിട്ടും. ഓക്കെ, മണി വൈസ് നിങ്ങൾ അതിൽ ഓക്കെ ആയിരിക്കും. ഐ തിങ്ക് നിങ്ങളുടെ മനസ്സിൽ വന്ന ക്വസ്റ്റ്യൻ ഐ തിങ്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവിടെയോ ഒരു ഇമോഷണൽ സൈഡിൻ്റെ ഡിസാറ്റിസ്ഫാക്ഷനാണ് എനിക്ക് കണ്ടത്. ബട്ട് നിങ്ങളോട് അതിന് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ. ബാക്കി നിങ്ങളുടെ ഫൈനാൻഷ്യൽ വൈസ് നിങ്ങളുടെ പർപ്പസ് വൈസ് ഒക്കെ നിങ്ങൾ റൈറ്റ് പാത്തിലാണ്. നിങ്ങൾ കറക്റ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും ഇവിടെ മാറ്റാനില്ല. ഓക്കെ, പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ എവിടെയോ ഇപ്പോഴും മേ ബി ആ ഒരു എന്തെങ്കിലും ഒരു ലാക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അത് മാത്രമാണ് ഐ തിങ്ക് നിങ്ങളുടെ മനസ്സിലൊരു ടെൻഷൻ. ബട്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കിയെല്ലാം നിങ്ങൾക്ക് അലൈനായിട്ട് വരും. ഓക്കെ, അതങ്ങനെയാണ് എനർജി പ്രത്യേകിച്ച് സ്പിരിച്വൽ പാത്തിലുള്ളവർക്ക് അതങ്ങനെയാണ് ഉണ്ടാവുക. നിങ്ങൾ അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട. അതിനും ഉള്ളത് യൂണിവേഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ സന്തോഷങ്ങൾ കൊണ്ടുതരും. ഓക്കെ, ഏത് കാര്യത്തിലായാലും നിങ്ങൾക്ക് ഏതാണോ ഒരു വിഷമം ഫീൽ ചെയ്യുന്നത് അതിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂണിവേഴ്സ് ഒരു വിഷമം മാറ്റി സന്തോഷം കൊണ്ടുവരും. നിങ്ങൾ വളരെ സ്ട്രോങ് ആണ്. നിങ്ങൾ ഓൾറെഡി വളരെയധികം സ്ട്രോങ് ആയിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നിങ്ങൾ അനുഭവിച്ച് നിങ്ങൾ ആ സ്ട്രെങ്ത് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, കീപ് ഗോയിങ്. ഓക്കെ, ആൻഡ് ആ സ്ട്രെങ്ത് യൂസ് ചെയ്ത് നിങ്ങൾ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. മറ്റുള്ളവരെ കൂടി ബെറ്റർ ആവാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുകയാണ്. സോ ഇറ്റ്സ് ശരിക്കും നിങ്ങളുടെ മേലെ ഒരുപാട് റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, എനിക്കറിയാം അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മളൊരു കെയർ സപ്പോർട്ട് ആഗ്രഹിക്കും. ശരിയാണ്. ഓക്കെ, ബട്ട് അതിന് നിങ്ങൾ ദൈവത്തിനെ അപ്രോച്ച് ചെയ്യുക. യൂണിവേഴ്സിൻ്റെ മുമ്പിൽ സറണ്ടർ ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ സറണ്ടർ ചെയ്യുക. ഓക്കെ, സോറി ഐ ഡോണ്ട് നോ. ഓ മൈ ഗോഡ്. ഈ ചില സമയത്ത് ഓക്കെ, ഹയർ പവർ, യൂണിവേഴ്സ്, ദൈവം
നിങ്ങൾ വിശ്വസിക്കുന്ന ആരാണോ ഓക്കെ അവർ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. എനിക്കിന്ന് ഇത് പറയുമ്പോൾ എനിക്ക് വിഷമം വരുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് ഇവിടെ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. ആൻഡ് യെസ്, ഇവിടെ ആ ഒരു നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഹയർ പവർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എന്ത് വർക്കാണോ ചെയ്യുന്നത് അതിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യൂ. ബിക്കോസ് അത് അത്രത്തോളം നിങ്ങൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നു, അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, നിങ്ങളുടെ ലൈഫിനെ കൂടി തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് എപ്പോഴെങ്കിലും കാണും, ഉറപ്പാണ്. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങളെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഫെമിനൈൻ സൈഡായിരുന്നു. ശരിക്കും ഞാൻ പറഞ്ഞു ഇവിടെ വന്നത് മുഴുവൻ ഫെമിനൈൻ കാർഡ്സ് ആയിരുന്നു. സോ യെസ്, ഇവിടെ നിങ്ങൾ വളരെയധികം ഫെമിനൈൻ എനർജിയിലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ ഡിവൈൻ ഫെമിനൈൻ എനർജിയാണ്. നേരത്തെ ഫസ്റ്റ് വന്ന നമ്മുടെ ഹൈ പ്രീസ്റ്റസിൻ്റെ കാർഡ്, ഹൈ പ്രീസ്റ്റസ് പറയുന്ന ഡിവൈൻ ഫെമിനൈൻ എനർജിയാണ്. ഡിവൈൻ ഫെമിനൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാം ഉണ്ടാവും നിങ്ങളുടെ ഉള്ളിൽ. മാസ്കുലൈൻ ക്യാരക്ടറും ഉണ്ടാവും, ഫെമിനൈൻ ക്യാരക്ടറും ഉണ്ടാവും. നിങ്ങൾക്ക് ലൈക്ക് ഇമോഷണൽ ആവേണ്ടവിടെ നിങ്ങൾ ഇമോഷണൽ ആവും, പ്രാക്ടിക്കൽ ആവേണ്ടവിടെ നിങ്ങൾ പ്രാക്ടിക്കൽ ആവും. ഓക്കെ, രണ്ടും നിങ്ങൾക്ക് ബാലൻസിൽ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അങ്ങനത്തെ വ്യക്തികളാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, സോ യെസ്, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ആ ഒരു നിങ്ങളുടെ ഇമോഷണൽ സൈഡിന് ഇപ്പോൾ കുറച്ചൊരു കെയർ ആവശ്യമുണ്ട്. ഓക്കെ, അത് അവനവന് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ കുറച്ച് മറ്റുള്ളവരെ നിങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എല്ലാം ശരിയാണ്. നിങ്ങളെ കൂടി കുറച്ചുകൂടി അവനവന് കൂടി ആ ഒരു കെയർ കൊടുക്കും. ഓക്കെ, ആ ഫെമിനൈൻ സൈഡ് ഇപ്പോൾ കുറച്ചൊന്ന് നിങ്ങൾ കെയർ ആഗ്രഹിക്കുന്നുണ്ട്. സോ അത് അവനവന് കൊടുക്കാം. ഓക്കെ, ആൻഡ് എക്സ്ചേഞ്ചിങ് ഗിഫ്റ്റൊക്കെ കാണുന്നുണ്ട്. സോ ഞാൻ പറഞ്ഞില്ലേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല ലൈഫ് തരും. ഓക്കെ, യൂണിവേഴ്സ് കൊണ്ടുവന്ന് തരും. വേറെ ആര് തന്നു എന്നാണ് ഞാൻ പറയുന്നില്ല. യൂണിവേഴ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും കൊണ്ടുവന്ന് തരും, നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്ന് തരും. നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന രീതിയിൽ. ഓക്കെ, മാത്രമല്ല ഇവിടെ വേറെ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് വരാനോ നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ബിറ്റ്വീൻ ദ വേൾഡ്സ് നിങ്ങളൊരു ചെറിയ കൺഫ്യൂഷൻ നിങ്ങളുടെ മൈൻഡിലുണ്ട്, കുറച്ച് തിങ്കിങ് കാണുന്നുണ്ട്, ഓവർ തിങ്കിങ് കാണുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓക്കെ, ഒരു ലേശം നിങ്ങൾ എന്തോ തീരുമാനം എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിപ്പോൾ റിലേഷൻഷിപ്പിലായിരിക്കാം എന്നാണ് എനിക്ക് തോന്നിയത്. റിലേഷൻഷിപ്പ് വേണോ, അത് കരിയർ പാത്തിൽ ഏത് വേണം, അങ്ങനെ എന്തോ ഒരു ചോയ്സിൻ്റെ കാര്യമാണ്. ഓക്കെ, സോ നിങ്ങളൊരല്പം ഓവർ തിങ്കിങ്ങിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, കുറച്ച് ശാന്തമായിട്ട് യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, മെഡിറ്റേഷൻ അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കും. ഓക്കെ, ഒരുപാട് ആലോചിച്ച് കൺഫ്യൂസ് ആയിട്ട് കാര്യമില്ല, മനസ്സ് വെറുതെ കൺഫ്യൂസ്ഡ് ആയിട്ട് പോകും. ആക്ച്വലി ഇവിടെ ഇതിലല്ല അല്ലേ, വേറെ പൈലാണ് വന്നത്. ഓക്കെ, 44 നമ്പർ ഉണ്ട്. സോ എവിടെയോ ഐ ഫീൽ ആക്ച്വലി 444 ഉണ്ട്, ഹയർ പവറും ഉണ്ട്, ഇതും ഉണ്ട്. സോ ഇവിടെ ഡിവൈൻ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഏഞ്ചൽസ് ആർ പ്രൊട്ടക്ടിങ് യു, ഡോണ്ട് വറി. ഓക്കെ, സോ കീപ് ഗോയിങ്. നിങ്ങൾ തീരുമാനം എടുക്കാൻ എന്തെങ്കിലും കൺഫ്യൂഷൻസ് വരുന്നുണ്ടെങ്കിൽ മെഡിറ്റേഷനോ കാര്യങ്ങളോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആൻസേഴ്സ് യൂണിവേഴ്സിന് കിട്ടും. ഓക്കെ, സോ ഈ സ്പെഷ്യൽ പൈലിന് എല്ലാവർക്കും എൻ്റെ സ്നേഹത്തോടെ ഒരു കെയർ ഐ ഡോണ്ട് നോ വൈ, എനിവേ എനിക്ക് അങ്ങനെ തോന്നി. ഓക്കെ, എല്ലാവരും സമാധാനമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.